നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 2-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 19-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം വന്നിരിക്കുന്ന കാർത്തികയാണ്. കാർത്തിക എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രമല്ല. ഇപ്പോൾ കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രം അല്ല. രാവിലെ തലം കഴിയുമ്പോൾ കാർത്തിക മാറും. ജാതകപ്രകാരം കാർത്തിക നക്ഷത്രം ഒരു 8-9 മണിയോടുകൂടി കാർത്തിക നക്ഷത്രം തീർന്ന് രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ എന്നാലും ഉദയ നക്ഷത്രം വന്നിരിക്കുന്ന കാർത്തികയാണ്. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം കാർത്തിക നക്ഷത്രത്തിനായിരിക്കും ഇറങ്ങുക. ബുധനാഴ്ചയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 9 മണിക്ക് ശേഷമായിരിക്കണം. 9 മണി വരെ നല്ല സമയമല്ല. ഇപ്പോൾ രാവിലെ ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടന്ന് ആ സമയത്തിന് ശേഷമേ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇടപെടാവൂ. അതേപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഒരു 6 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവസം ബർത്ത്ഡേ ആയിട്ട് എടുക്കാവൂ എന്നാണ്. അങ്ങനെ നോക്കുമ്പം കാർത്തിക നക്ഷത്രം ആണ് ഇന്ന് രാവിലെ നിൽക്കുന്നത്. അന്ന് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് എടുക്കാവുന്നുള്ള നക്ഷത്രമാണ്. ഇപ്പോൾ കാർത്തിക നക്ഷത്രം എടുത്ത് ബുധനാഴ്ച ആയതുകൊണ്ട് പ്രവൃത്തികാരകൻ്റെ ദിവസമാണ് കിട്ടിക്കുന്നത്. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ തൊഴിൽകാരകൻ്റെ കാലഘട്ടമാണ് ബുധൻ എന്ന് പറയുമ്പോൾ. അതായത് ജോലിയില്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും. ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ബിസിനസ് ആദി കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നവർക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാവും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നവർക്ക് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷമായിരിക്കും. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള അവസ്ഥയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇനി അറച്ച് നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങുക, അത് വിജയിക്കും. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള കാര്യം, ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം ബുധനാഴ്ചയാണ്. നമ്മൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. യാത്ര ചെയ്യുമ്പോൾ എല്ലാ ദിവസവും രാവുകാലം നോക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം ഉച്ച സമയത്താണ് വരുന്നത്. 12:28 തൊട്ട് 1:59 വരെയാണ് രാവുകാല സമയം. 12 തൊട്ട് 1:30 വരെ ഇട്ടിട്ടുണ്ടെങ്കിലും 1:30ക്കൊന്നും തീരുവില്ല. 1:59 തീരുള്ളൂ. അപ്പോൾ 1:59 ആവുന്നത് വരെ രാവുകാല സമയമുണ്ട്. അത് കഴിഞ്ഞാലേ രാവുകാലം തീർന്ന് പോരത്തുള്ളൂ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ദിവസവും ഒന്നിനും നല്ലതല്ല. അതിൽ ഗുളികൻ്റെ സമയം വരുന്നത് 10:57 തൊട്ട് 12:28 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:55 തൊട്ട് 9:26 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം 12:04 തൊട്ട് ആരംഭിക്കും. 12:52 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. ഈ സമയം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ്. ഇത് ഈ സമയത്ത് രാവുകാലം നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയം അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ബുധനാഴ്ച. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:04 തൊട്ട് 12:52 എന്ന് പറഞ്ഞു. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച വസ്ത്രമോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഭാഗ്യത്തെ നമ്മളിലേക്ക് ആകർഷണം ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.